ആവണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകളൊക്കെ പല ഘട്ടങ്ങളിലും തുടങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊക്കെ പ്രതിസന്ധിയാക്കിക്കൊണ്ട് വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു വ്യോമാക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പറയാനുള്ളത്. അതിൽ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ ഈ നോമ്പ് സമയങ്ങളിലെല്ലാം പെരുന്നാൾ സമയങ്ങളിലെല്ലാം അവിടെ കുവൈറ്റിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനൊരു അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഇറാന്റെ തീരദേശ നഗരങ്ങളിലും ഈ അമേരിക്കയുടെ പ്രത്യാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിനിടയിലെല്ലാം ഈ സമാധാന ചർച്ചകൾ എത്രയും വേഗം തന്നെ തുടരുമെന്നുള്ളൊരു സൂചനകളൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ടെങ്കിൽ പോലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ലെബനനെതിരെയുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ഈ ചർച്ചയിൽ ഇറാൻ ഉണ്ടാവില്ല, ചർച്ചയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറും എന്നുള്ളതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമാധാന ചർച്ചകളിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകുന്ന സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ യുഎസുമായുള്ള ഒരു സമാധാന ചർച്ചകളിലേക്ക് ഇറാൻ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ഇപ്പോൾ ലെബനിലും ഗാസയിലും ഒക്കെ ഇസ്രയേലിന്റെ ആക്രമണമൊക്കെ അവസാനിപ്പിക്കുന്നത് വരെ യുഎസുമായി മധ്യസ്ഥ ചർച്ചകൾ ഇല്ല എന്നുള്ള കാര്യം ഇറാൻ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെ യുഎസുമായുള്ള ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തടയും എന്നുള്ള കാര്യമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അതിൽ ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചകളിൽ നിന്നും ഒരു സമാധാനത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോഴും ഓരോ ഇടങ്ങളിൽ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലകൾ, അതും കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാകുമ്പോഴും അമേരിക്കയുടെ പ്രത്യാക്രമണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ ചർച്ചകൾ, സമാധാന ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ ഒരു വശത്തൂടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നുമല്ല ഇപ്പോൾ നിലവിൽ ഈ രാജ്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്നെ പറയാനുള്ളതും പശ്ചിമേഷ്യയിൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിന്റെ ഉദാഹരണം തന്നെയാണ് കുവൈറ്റിൽ നടന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് തന്നെയാണോ ഇനിയും പോകുന്നത് എന്നുള്ളതാണ് ഇനിയും വരും മണിക്കൂറിൽ അറിയേണ്ടത്. എന്തായാലും ഒരു ചർച്ചയിലേക്കും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈനിക താവളങ്ങൾക്ക് നേരെയൊക്കെയുള്ള ഈ ഒരു ആക്രമണങ്ങൾ തിരിച്ചടി നൽകുന്ന ഘട്ടത്തിലേക്ക് കൂടി അമേരിക്ക പോകുമ്പോൾ ഇറാനും അമേരിക്കയും വീണ്ടും ഒരു വ്യോമാക്രമണങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ആവണി, ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ടല്ലേ? അത് തന്നെയാണ് ആവണി. അതായത് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അത് ഒമാൻ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു ഭീഷണി ഈ ട്രംപിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങളിലേക്ക് ഒമാൻ പോലുള്ള രാജ്യങ്ങൾ എത്തുകയാണെങ്കിൽ തീർത്ത് കളയും എന്നുള്ള തരത്തിലായിരുന്നു അമേരിക്കയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അതിൽ പ്രധാനമായും പറയാനുള്ളത് ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.